മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ സന്ദർശനം നടത്തിയ ശേഷം മടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ടൊരു 6-7 മിനിറ്റ് മാത്രമാണ് മുഖ്യമന്ത്രി അവിടെ ചെലവഴിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മടങ്ങി. നേരത്തെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നപ്പോഴും ഇതുതന്നെയായിരുന്നു. പട്ടാളം സൈന്യം അവിടെ നിർമ്മിച്ച ബെയ്ലി പാലത്തിൻ്റെ അടുക്കലേക്കാണ് എത്തിയത്. ബെയ്ലി പാലം നിർമ്മാണം കണ്ടതിന് ശേഷം തിരിച്ചു പോവുക എന്നതാണ്. മുഖ്യമന്ത്രിയാണെങ്കിലും നേരത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും സ്ഥലം എംപിയുമായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ആളുകൾ സ്വീകരിച്ച ഒരു സമീപനം വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങുക എന്നതാണ്. ഒരു 5-6 മിനിറ്റ് മാത്രം ചെലവഴിച്ച ശേഷം വളരെ പെട്ടെന്ന് മടങ്ങുക എന്നതാണ് രാഷ്ട്രീയ ഭരണ തലപ്പത്തുള്ള ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ വളരെ കാര്യക്ഷമമായ രീതിയിൽ അങ്ങേയറ്റം കഠിനമായ അധ്വാനം നടത്തിക്കൊണ്ട് സേനയും മറ്റുള്ളവരും ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്തത്രയ്ക്ക് വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് ഏതെങ്കിലും വിധത്തിൽ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യമില്ല. നമുക്കെല്ലാവർക്കും അത് അറിയാവുന്നതാണ്. അത് മറികടക്കാനുള്ള ഇനി തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ജീവിതം മുന്നോട്ടേക്കാണ് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നേരത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ അതിജീവന ശ്രമങ്ങൾ, പുനരധിവാസത്തിനുള്ള ശ്രമങ്ങൾ, പ്രവർത്തനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെയും നടപ്പാക്കേണ്ടതുണ്ട്, തുടരേണ്ടതുണ്ട്. നേരത്തെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, കുട്ടികളടക്കമുള്ള കുട്ടികളുടെ പഠനം, അവരുടെ മുന്നോട്ടുള്ള പോക്ക് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അത് അവർക്ക് പഠനത്തിനുള്ള കാര്യങ്ങൾ അതാതിടങ്ങളിൽ തന്നെ ഒരുക്കി മുന്നോട്ട് പോകണം. പിന്നീട് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും മറ്റു കാര്യങ്ങളിലെ സ്കൂളടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഉള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെയും നടത്തേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുനരധിവാസം എന്നതാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ടും സർക്കാർ സംവിധാനങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളടക്കമുള്ള ആളുകളുടെ ആ നിലക്കുള്ള പൂർണ്ണ പ്രവർത്തനം, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രവർത്തനം ആ നിലക്കുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ തൽക്കാലം ആളുകളെ ക്യാമ്പിലാണ് താമസിപ്പിക്കുക. രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണതലപ്പത്തുള്ള ആളുകളുടെയും സന്ദർശനം എന്നത് ഈ ഘട്ടത്തിൽ, ഇത്തരം ഘട്ടങ്ങളിൽ കാര്യങ്ങൾ പൂർണ്ണമായ തോതിൽ നടക്കുന്നു. സർക്കാർ സംവിധാനങ്ങളുടെയും ഇതിനെ അതിജീവിച്ച് പോകാനുള്ള മറ്റ് സംവിധാനങ്ങളുടെയും പൂർണ്ണ ശ്രദ്ധ ഇവിടങ്ങളിലുണ്ട് എന്നത് ഒരു അടയാളം എന്ന നിലക്കാണ് അവരുടെ സന്ദർശനങ്ങൾ. അതിപ്പോൾ രാഹുൽ ഗാന്ധിയുടേതാണെങ്കിലും മുഖ്യമന്ത്രിയുടേതാണെങ്കിലും അത്തരം സന്ദർശനങ്ങളെ കാണേണ്ടത് അങ്ങനെ ഒരു അടയാള മൂല്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരം സന്ദർശനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഏതാണ്ട് 5-6 മിനിറ്റ് മാത്രം അവിടെ ചെലവഴിച്ചതിന് ശേഷം പെട്ടെന്ന് മടങ്ങുക എന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ആളുകൾ, പ്രത്യേകിച്ചും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ ഭരണ പദവിയിലുള്ള ആളുകൾ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സന്ദർശനം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിയിട്ട് അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്.